ഗോബി മഞ്ചൂരിയൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന സ്റ്റൈലിൽ നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ? അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഗോബി മഞ്ചൂരിയൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ. അപ്പോൾ ആ ഗോബി മഞ്ചൂരിയൻ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ കോളിഫ്ലവർ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ദാ ഈ ഒരു ഫുൾ കോളിഫ്ലവർ ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പകുതിയേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കാം. ആ ഒരു കോളിഫ്ലവർ മുഴുവനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിനകത്ത് നമുക്ക് ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കോളിഫ്ലവറിലെ വിഷാംശം പോകാനും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ പുഴുക്കളൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ പുഴുക്കൾ അതെല്ലാം പുറത്തേക്ക് പോകാനും എല്ലാം നല്ലതാണ് ഈ മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ചൂടുവെള്ളം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് നേരം തിളച്ചാൽ മതി കേട്ടോ. കാരണം അത് വെന്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇനി വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണിത്. ഈ സമയത്തേക്ക് നമുക്ക് ഇനി കുക്കിങ്ങിനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കാം. ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സവോള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് 3-4 എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. നമ്മുടെ കോളിഫ്ലവർ ഇപ്പോൾ നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ പുഴുക്കളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്ത് വെള്ളം പോകാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സ്റ്റവിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. സവോളയെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാനുള്ള എണ്ണ മതി. നമുക്ക് ആദ്യം തന്നെ സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നല്ലതുപോലെ വഴന്ന് വരാനായിട്ട് നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സവോളയെല്ലാം വഴന്ന് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ 1-2 തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. സവോള അധികം മൂത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളിയും എല്ലാം നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. തക്കാളിയും സവോളയും പച്ചമുളകും എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിതാ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവറാണിത്. കോളിഫ്ലവർ വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴന്ന് വന്നിരിക്കുന്ന തക്കാളിയിലേക്കും എല്ലാം നമുക്ക് ഈ കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും പച്ചമുളകും സവോളയും അതുപോലെ കോളിഫ്ലവറും എല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ പകുതി കോളിഫ്ലവറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വഴന്നു കഴിഞ്ഞു. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻ ആളുകൾക്ക് സാമ്പാർ പൊടിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി സാമ്പാർ പൊടിയുടെ ആ ഒരു ചൊവ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ഗരം മസാല കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്.
പൊടികളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വേരിയേഷൻസ് വരുത്താം കേട്ടോ. അതുപോലെ ഗരം മസാല ഇവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണിന് പകരം വേണമെങ്കിൽ 2 ടീസ്പൂണൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ രുചിയുടെ അനുസരിച്ച്, ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഇനി നമുക്ക് ഈ പൊടികളുടെ ആ ഒരു പച്ചമണം മാറാനായിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ശരിക്കും ഗോബി മഞ്ചൂരിയന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ഈ സാമ്പാർ പൊടിയേക്കാൾ നല്ലത് ഗരം മസാല തന്നെയാണ്. അപ്പോൾ ഗരം മസാല നമുക്ക് 1 സ്പൂണിന് പകരം 2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതാ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടേസ്റ്റൊക്കെ കൂടാനായിട്ട് നമുക്ക് സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വരാനായിട്ട് ടൊമാറ്റോ സോസാണ് നല്ലത്. അതുമാത്രമല്ല, ഇത് ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് ടൊമാറ്റോ സോസും കുറച്ച് വെള്ളവും കൂടെ കുറച്ചുകൂടി കൂടുതൽ കൊടുക്കാം. ഇനി ഗ്രേവി ആയിട്ടല്ല, കുറച്ച് തിക്കായിട്ടുള്ളതാണ് വേണമെങ്കിൽ നമുക്കിതാ ഇതേ സ്റ്റൈലിൽ എടുത്താൽ മതി. അപ്പോൾ 2 സ്റ്റൈലിൽ നമുക്ക് ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കി എടുക്കാം. ഇതാ ഇതുപോലെ നല്ല ഗ്രേവി ആയിട്ട് എടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ സോസും കുറച്ച് വെള്ളവും കൂടി കൂടുതൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ റെഡി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോബി മഞ്ചൂരിയൻ എല്ലാവർക്കും ഇഷ്ടമായാലും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണെന്ന് എനിക്കറിയാം. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ റെസിപ്പി റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല സൂപ്പർ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.